നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 13-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 1-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. ഇന്ന് ഏറ്റവും നല്ല ദിവസം വേണമെങ്കിൽ എന്ന് പറയാം. ഒന്ന് പ്രഥമയാണ്. നല്ല നക്ഷത്രം മകം നക്ഷത്രം, ശുഭനക്ഷത്രം, ശുഭദിനം വ്യാഴാഴ്ച. ഇന്ന് മലയാള മാസം 1-ാം തീയതി കൂടിയാണ്. എല്ലാം കൂടി അനുകൂലപ്രദമായി വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യദായകമായ ഒരു ദിവസം എന്ന് പറയാം. ഭാഗ്യഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. എന്ത് കാര്യത്തിനും നമുക്കിറങ്ങാം. ഒന്ന് ശുഭദിനം, ശുഭനക്ഷത്രം, മറ്റെല്ലാം കൊണ്ടും അനുകൂലപ്രദമായ സമയമാണ്. ഞാൻ പറഞ്ഞു, ഇതുപോലെ സമയം ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്ത് കാര്യം ഇന്ന് ചെയ്യണമെന്നുണ്ടോ അത് ചെയ്യണം. ഇന്ന് ഒരാളിനെ കാണണമെന്നുണ്ടോ പോയി കാണണം. നാളെ എന്ന് മാറ്റി വയ്ക്കരുത്. അവരെ വിളിച്ചിട്ട് പോയി കാണണം. ഒരു സമയമെടുത്തെങ്കിലും ഇന്നത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം അത്രയ്ക്ക് അനുകൂലപ്രദമായ സമയമാണ് ഇന്ന്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഇന്ന് ദിവസം ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പെൻഡിങ്ങൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു മകൻ നക്ഷത്രം, കുംഭമാസം 1-ാം തീയതി കുംഭമാസത്തിലെ മകൻ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഭാഗ്യത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ്. വളരെ നേട്ടത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ്. വളരെ ഉയർച്ചയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. കാരണം സാമ്പത്തിക നേട്ടം ഉണ്ടാവും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, അതുപോലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കാൻ ഇടവരും, പ്രതീക്ഷിക്കാതെ നേട്ടങ്ങളുണ്ടാവും. അതായത് ഊഹ കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഷെയർ മാർക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നവർ, അതേപോലെ റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളണം. ഒന്നും പേടിക്കണ്ട, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം, നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ യാത്രയിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി രാഹുവിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയത്ത് യാത്ര തുടരരുത്, യാത്ര തുടങ്ങരുത്. രാഹുകാല സമയം വന്നിരിക്കുന്നത് പ്രശ്നം ഇന്ന് നമ്മൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 1:30 മണി മുതൽ 3 മണി വരെ എന്നാണ്. പക്ഷേ ഇന്നത്തെ രാഹുകാല സമയം വരുന്നത് 2 മണി 6 മിനിറ്റ് തൊട്ട് 3 മണി 34 മിനിറ്റ് വരെയാണ്. ഈ സമയം യാത്ര തുടങ്ങരുത്. രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ ശുഭയാത്രകൾ, ദൂരയാത്രകൾ പോകുന്നത്, മറ്റെന്തെങ്കിലും ശുഭയാത്രയ്ക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം. അല്ലാതെ നമ്മൾ പോകുന്ന യാത്രയ്ക്കൊന്നും ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിരിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. യമകണ്ഠ കാല സമയം ഇന്ന് വരുന്നത് 6 മണി 48 മിനിറ്റ് തൊട്ട് 8 മണി 16 മിനിറ്റ് വരെയും, ഗുളികകാല സമയം വരുന്നത് 9:43 തൊട്ട് 11:11 വരെയും. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്ന് മൊത്തത്തിൽ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തവും ഇന്ന് വിശേഷമാണ്. 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ഇന്ന് പ്രപഞ്ചത്തിൽ വ്യാഴൻ്റെ ബന്ധം നിൽക്കുന്ന ദിവസമാണ്. വ്യാഴമാണ് ഇന്നത്തെ ഭരണകർത്താവ്. വ്യാഴൻ്റെ ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ചൈതന്യം നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി ശരിക്ക് മഞ്ഞ മിക്സായിട്ടുള്ള കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് വളരെ ഭാഗ്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഐശ്വര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.